ലോകം പുതുവത്സരാഘോഷത്തിന്റെ നിറവില നിൽക്കുമ്പോഴും വാർത്തകൾ അതിന്റെ ഒഴുക്ക് തുടരുകയാണ്. സംഘർഷം തുടരുന്ന ബംഗ്ലാദേശിൽ വീണ്ടും ന്യൂനപക്ഷ വിഭാഗത്തിലെ യുവാവ് കൊല്ലപ്പെട്ടു എന്ന വളരെ വേദനിപ്പിക്കുന്ന വാർത്ത കൂടി വരുന്നു. വസ്ത്ര ഫാക്ടറിയിലെ സുരക്ഷാ ജീവനക്കാരൻ ബജേന്ദ്ര വിശ്വാസാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിനിത വിജിയാണ് നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. വിനിത, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ കനക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് എതിരെയുള്ള ഇത്തരത്തിലുള്ള മർദ്ദനം, കൊലപാതകം, ആക്രമണങ്ങളൊക്കെ രൂക്ഷമായി തുടരുന്നു. പ്രതിഷേധം അതങ്ങനെ നടക്കുമ്പോഴും വീണ്ടും ഒരു കൊലപാതകം കൂടി ഉണ്ടാകുന്നു എന്നുള്ളത്. തീർച്ചയായും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയുണ്ടാവുന്ന ആക്രമണങ്ങളിൽ ഒപ്പം തന്നെ ഈ കൊലപാതകം ഉൾപ്പെടെയുള്ള സംഭവങ്ങളിലെല്ലാം തന്നെ ഇന്ത്യ ഉൾപ്പെടെ അതിൽ പ്രതിഷേധം അറിയിക്കുകയും ഒപ്പം തന്നെ ആശങ്ക അറിയിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഈ രണ്ടാഴ്ചക്കിടെയാണ് ഇപ്പോൾ വീണ്ടും ഒരു യുവാവ് കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിലെ തന്നെ യുവാവാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. ബജേന്ദ്ര വിശ്വാസ് എന്ന ഒരു ഫാക്ടറിയിലെ സുരക്ഷാ ജീവനക്കാരനാണ് അദ്ദേഹം. അതേ ഫാക്ടറിയിലെ തന്നെ മറ്റൊരു തൊഴിലാളിയാണ് വെടിയുതിർത്തത്. നൊമാൻ മിയ എന്ന പ്രതിയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ ദൃക്സാക്ഷികൾ പറയുന്നത് ഈ കൊലപാതകത്തിലേക്ക് എത്തുന്നതിനുള്ള ഒരു തർക്കമോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഏതെങ്കിലും ഒരു വാക്കേറ്റം ഉണ്ടാവുന്ന ഒരു സാഹചര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ നൊമാൻ മിയ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ഞാൻ തന്നെ വെടിവെക്കാൻ പോകുന്നു എന്ന് പറയുകയും തൊട്ടു പിന്നാലെ തന്നെ വെടി ഉതിർക്കുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബജേന്ദ്ര വിശ്വാസിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നാലെ തന്നെ പോലീസ് നൊമാൻ മിയയെ അറസ്റ്റ് ചെയ്യുകയും അയാളുടെ പക്കലുണ്ടായിരുന്ന തോക്ക് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഇത് മൂന്നാമത് ഒരാളാണ്, ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സ്മിത, ശരി. വിനിത വിജയാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.